KPCC പ്രസിഡന്റിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി പാർട്ടിക്കുള്ള കെണിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 23-കാരിയുടെ പരാതിയിലൂടെ തന്നെയും പാർട്ടിയും കുടുക്കാൻ നോക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ നിയമവശങ്ങൾ പരിശോധിച്ച് തന്ത്രപൂർവ്വമാണ് ആ പരാതി തയ്യാറാക്കിയത്. മാധ്യമങ്ങൾക്ക് നൽകിയതിനു ശേഷമാണ് തനിക്ക് പരാതി അയച്ചത്. പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ച് വേഗത്തിൽ പരാതി DGPക്ക് കൈമാറുകയായിരുന്നുവെന്നും സണ്ണി ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഷാഫി പറമ്പലിനെ തകർക്കാൻ CPM ഗൂഢാലോചന നടത്തുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പാർട്ടി പൂർണ്ണമായും ഷാഫിയെ പിന്തുണയ്ക്കും. ഒപ്പം തന്നെ PV അൻവറിനെ ഒപ്പം കൂട്ടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നും സണ്ണി ജോസഫ് മീഡിയ വൺ വോട്ടുപാതയിൽ പറഞ്ഞു. പരാതി പ്രസിഡന്റ് DGPക്ക് കൈമാറി. വേണമെങ്കിൽ അത് മറച്ചു വെക്കായിരുന്നു. എന്തുകൊണ്ടാണ് അത് DGPക്ക്? അത് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത്. അത് ലീഗലി ഡ്രാഫ്റ്റഡ് പെറ്റീഷനായിരുന്നു. അതിലെ പരാതിക്കാരിയുടെ പേരൊന്നുമില്ല. ലീഗലി ഡ്രാഫ്റ്റഡ്, കൺസൾട്ടഡ്, വെൽ നറേറ്റഡ്. ആക്ച്വലി നറേറ്റഡ് എന്ന് എനിക്കറിയില്ല, അത് അന്വേഷണത്തിലാണ്. നല്ല ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ നന്നായിട്ട് ആലോചിച്ച് നല്ല ലീഗൽ ബ്രെയിൻ വർക്കൗട്ട് ചെയ്ത് ഉള്ളൊരു പരാതിയാണ്. അത് എനിക്ക് അയച്ചത് വളരെ ഒരു രാഷ്ട്രീയ നിയമ ആലോചനയുടെ ഫലമായിട്ടാണ്. എനിക്ക് അയക്കുന്ന അതേ ആൾക്ക് അത് മുഖ്യമന്ത്രിക്കോ DGPക്കോ അയക്കാൻ ഒരു മെയിൽ ID ഒന്ന് മാറ്റിയാൽ മതി. മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത്. അത് പാത്തു വെച്ചാൽ പണിയാകുമെന്നറിയായിരുന്നു. ഞാൻ പണിയാവുന്നല്ല, അത് ഞാനിപ്പം കൊടുത്തില്ലെങ്കിലും കൊടുക്കപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് വെച്ച് എന്നെ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനല്ലേ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ അനുഭവം എനിക്ക് രാഷ്ട്രീയത്തിലുണ്ടെന്നാണ് ജനങ്ങളുടെ ധാരണ. വോട്ട് പാതയിലായിരുന്നു KPCC പ്രസിഡന്റ് ഈ ഒരു പ്രതികരണം. നമുക്ക് വിശദമായി അത് പരിശോധിക്കേണ്ടതില്ലേ? അപ്പോൾ വോട്ടുപാതയ്ക്ക് പോയ സൈഫുദ്ദീനോട് തന്നെ ചോദിക്കാം. സൈഫുദ്ദീൻ, അതായത് നമ്മളിപ്പോൾ കാണുകയാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇങ്ങനൊരു പരാതി ഇമെയിലായിട്ട് ലഭിക്കുന്നു, അത് DGPക്ക് കൈമാറി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു പരാതി അത് തന്നെയും പാർട്ടിയും കൊടുക്കാനുള്ള ഒരു കെണിയായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കാൻ കാരണം എന്താണ്? തീർച്ചയായും ഈ രണ്ടാമത്തെ പരാതി ലഭിക്കുന്നത് KPCC പ്രസിഡന്റിനാണ്. അപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത് അത് നല്ല ഉദ്ദേശത്തോടു കൂടി, എന്ന് വെച്ചാൽ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കട്ടെ എന്ന, അതായത് പാർട്ടിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ലഭിച്ച നല്ല ഉദ്ദേശത്തോടു കൂടി ലഭിച്ച ഒരു പരാതി ആയിരുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം ബൈറ്റിൽ പ്രതികരണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വെൽ നരേറ്റഡ് ആൻഡ് ലീഗലി ഡ്രാഫ്റ്റഡ് എന്ന് വെച്ചാൽ അതിന്റെ നിയമ രാഷ്ട്രീയ വശങ്ങളൊക്കെ പരിശോധിച്ച ശേഷം, രാഷ്ട്രീയ നിയമ ഗൂഢാലോചന എന്ന് അദ്ദേഹം പറയുന്നില്ല, രാഷ്ട്രീയവും നിയമപരവുമായ എല്ലാ ആലോചനകളും നടത്തിയതിനു ശേഷം വളരെ പ്ലാൻഡായി തയ്യാറാക്കിയ ഒരു പരാതിയായിരുന്നു. ആ പരാതിയിൽ പരാതിക്കാരിയുടെ പേരുണ്ടായിരുന്നില്ല. അങ്ങനെ പരാതിക്കാരിയുടെ പേരില്ലാതെ കൃത്യമായി വെൽ ഡ്രാഫ്റ്റഡായി തയ്യാറാക്കിയ ഒരു പരാതിയാണ് തനിക്ക് ലഭിച്ചത്. ആ ലഭിച്ചതിന് മുന്നോടിയായി തന്നെ ഈ പരാതി മാധ്യമങ്ങൾക്ക് കിട്ടി എന്ന വിവരവും തങ്ങൾക്ക്, എന്ന് വെച്ചാൽ സണ്ണി ജോസഫ് പറയുന്നത് തനിക്കും പ്രതിപക്ഷ നേതാവിനും അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ ഈ പരാതി തങ്ങൾക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും ലഭിച്ചിരുന്നു എന്നത്. അതോട് മാധ്യമങ്ങൾക്കും ലഭിച്ചതോടുകൂടി തന്നെ മാത്രമല്ല, അതിന്റെ ആ പരാതിയുടെ കൃത്യമായ ഘടന പരിശോധിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുകയും വേഗത്തിൽ, എന്ന് വെച്ചാൽ ഇത് പാർട്ടി പരിശോധിക്കാനൊന്നും നിൽക്കാതെ വേഗത്തിൽ DGPക്ക് കൈമാറുകയാണെന്ന് വെച്ചാൽ നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് നല്ലത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗം DGPക്ക് കൈമാറിയത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പരാതി കിട്ടുന്നു. പരാതി കിട്ടിയതിന് ശേഷം അത് പാർട്ടി പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പരിശോധിക്കുന്നതിന് വേണ്ടി കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ അത് മറച്ചു വെക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് പാർട്ടിക്കെതിരെ വലിയൊരു പ്രചാരണത്തിന് കാരണമാകുമായിരുന്നു, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത്. അതുകൊണ്ട് അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിച്ച് വേഗത്തിൽ ആ പരാതി DGPക്ക് കൈമാറുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരാതിയുടെ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നിശ്ചയമായും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പരാതിക്കാരിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണോ കോൺഗ്രസും KPCC അധ്യക്ഷനും എന്നൊരു മറുചോദ്യം അവിടെ ഉയരാം. എന്ന് വെച്ചാൽ ആ പരാതിയിൽ കഴമ്പുണ്ടായിരുന്നില്ലേ? ആ പരാതി ഫേക്കായിരുന്നോ? അങ്ങനെ ഒരു ഫേക്കായ പരാതി കോൺഗ്രസിനെതിരെ മനഃപൂർവ്വം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്നതിലൂടെ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് കോൺഗ്രസിനെ കരിവാരത്തേക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ ബോധപൂർവ്വം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരാതിയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം.
പക്ഷെ അദ്ദേഹം പറയുന്നത് ആ പരാതിയുടെ സ്വഭാവം മനസ്സിലാക്കിയ ഉടനെ തന്നെ അത് DGPക്ക് കൈമാറുന്നു. അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അപകടമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. അത് ഒരേ സമയം തന്നെയും പാർട്ടിയെയും ഒക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് പാർട്ടിയെയും തന്നെയും ഒക്കെ ട്രാപ്പിലാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരാതിയായിരുന്നു. പരാതി തനിക്ക് ലഭിച്ച ഉടൻ തന്നെ ചില മാധ്യമങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടുന്നു, വലിയ ബ്രേക്കിംഗ് ആയി വരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ആ പരാതിയുടെ നിജസ്ഥിതി സംബന്ധിച്ച് ഇപ്പോഴും KPCC അധ്യക്ഷനടക്കം സംശയമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും, കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുഖത്ത് കോൺഗ്രസിനെ കാര്യമായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു തന്ത്രമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. ഒപ്പം അതിൽ പരാതിക്കാരിയുടെ പേരുണ്ടായിരുന്നില്ല, അത് DGP കൈമാറുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ആ പരാതിക്കാരിക്ക് പേരുണ്ടാകുന്നു, പോലീസ് അവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം 2023 ഈ സംഭവം നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഒരു ബലാത്സംഗ കുറ്റമില്ല, ഇതിൽ പക്ഷേ ബലാത്സംഗ കുറ്റമുണ്ട്. ആ മൊഴിയെടുത്തതിൽ നിന്നും കൃത്യമായി ആ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നതാണ് ആ പരാതിക്കാരിയുടെ മൊഴി. അത് ഗുരുതരമായൊരു മൊഴിയാണ്. അപ്പോൾ സണ്ണി ജോസഫിനെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്, 7-ാം തീയതിയാണ്. നമ്മൾ വോട്ട് പാതയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വിവരങ്ങൾ നമ്മളോട് പറയുന്നതിന് ശേഷമാണ് പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഇപ്പോൾ അതൊരു ഗുരുതരമായ കുറ്റമായി നിൽപ്പുണ്ട്. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ കാത്തിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എങ്ങനെയായിരുന്നു ആ പരാതി വന്നത്, ആ പരാതിയുടെ സ്വഭാവം എന്തായിരുന്നു, ആ പരാതിയെ കോൺഗ്രസ് കണ്ടത് എന്തായിരുന്നു എന്ന കാര്യത്തിൽ KPCC അധ്യക്ഷൻ തന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ജിൽസി.